വഴിയോര കച്ചവടക്കാരുടെ ജീവിതം തകർക്കുന്ന കൊല്ലം കോർപ്പറേഷനെതിരെ വഴിയോര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൊല്ലം മേയർക്കും UDF ഭരണസമിതിക്കും പാവപ്പെട്ട തൊഴിലാളികളെക്കാൾ ബന്ധം മുതലാളിമാരോടെന്ന് CITU ജില്ലാ സെക്രട്ടറി ജയമോഹൻ പറഞ്ഞു. കൊല്ലം നഗരപരിസരങ്ങളിലെ നൂറുകണക്കിന് പാവപ്പെട്ട വഴിയോര കച്ചവട തൊഴിലാളികളാണ് തങ്ങളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായ ഒഴിപ്പിക്കൽ നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കുക, ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി മുൻകൂട്ടി കൂടിയാലോചനകൾ നടത്താതെ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതിരിക്കുക, ഓണക്കാലം വരാനിരിക്കെ കച്ചവടക്കാരെയും അവരുടെ ആശ്രിത തൊഴിലാളി കുടുംബങ്ങളെയും പട്ടിണിയിലാക്കുന്ന നടപടിയിൽ നിന്ന് അധികാരികൾ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കൊല്ലം കോർപ്പറേഷൻ മുന്നിൽ നടന്ന ധർണ CITU കൊല്ലം ജില്ലാ സെക്രട്ടറി ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഭരണവർഗത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒഴിപ്പിച്ച് സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളോട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ അധികാരികൾ കേരളത്തിലെ ഭരണമാറ്റം കൂടി വന്നപ്പോൾ വഴിയോര കച്ചവടക്കാരുൾപ്പെടെയുള്ള ആളുകളെ വഴിയാധാരമാക്കി മാറ്റാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച കൂട്ടത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളെയെല്ലാം അവരുടെ ഉപജീവന മാർഗത്തിന്റെ വാതിലുകൾ അടച്ചിട്ട് അവർ തെരുവീതികളിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നതാണ്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.